കൊളംബോയിലെ സമ്പന്നർ താമസിക്കുന്ന ചന്ദ്രനായികെ പാർക്കിലെ മരതക ഗാർഡൻസ് എന്ന ഫ്ലാറ്റ് സമുച്ചയത്തിലെ ഒരു അപ്പാർട്ട്മെന്റിന്റെ അഡ്രസ്സാണ് വേലുവിന് അച്ഛൻ നൽകിയത്. അവിടെ എത്തി സെക്യൂരിറ്റിയോട് തന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അയാൾ അവനെ കടത്തിവിട്ടു. മാഡം പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് എന്നു മാത്രം അയാൾ പറഞ്ഞു. അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് ഒരു യുവതി തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. രജനി മുരുകാനന്ദ അവർ സ്വയം പരിചയപ്പെടുത്തി. ജർമ്മൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥയാണവർ. ചെന്നൈ സ്വദേശി, ഇപ്പോൾ ജർമ്മൻ പൗരയാണ്. കഴിഞ്ഞ 4 മാസമായി ശ്രീലങ്കയിലാണ് താമസം. ഒരു റിസർച്ചിനായി വന്നതാണ്. ഇന്ത്യയിൽ നിന്നും അശോക ചക്രവർത്തിയുടെ മക്കളായ മഹീന്ദനും സംഘമിത്രയും ബുദ്ധമതം പ്രചരിപ്പിക്കാനായി എത്തിയതും തുടർന്ന് ബുദ്ധമത വ്യാപനവും അതിൻ്റെ ചരിത്രവുമാണ് റിസർച്ചിൻ്റെ വിഷയം. വേലുവിനെ അച്ഛൻ ഇങ്ങോട്ടയച്ചത് എന്നെ കാണാനല്ല, രജനി പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടർ എഡ്വേർഡ് വെർത്ത് ആണ് നിങ്ങൾ പരിചയപ്പെടേണ്ട ആൾ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ല. ജർമ്മനിയിൽ ഒരു പേഴ്സണൽ ആവശ്യത്തിന് പോയതാണ്. 2 ദിവസത്തിന് ശേഷം തിരിച്ചെത്തും. ചോദ്യങ്ങളുടെ ഒരു കൂമ്പാരമായിരുന്നു വേലുവിൻ്റെ മനസ്സിൽ. അത് മനസ്സിലാക്കിയിട്ടെന്നാവണം, രജനി പറഞ്ഞു. വേലുവിന് എല്ലാം കുറച്ച് സമയങ്ങൾക്കുള്ളിൽ മനസ്സിലാകും. എഡ്വേർഡ് ഇപ്പോൾ വീഡിയോ ചാറ്റ് ചെയ്യാനായി വരും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സംസാരിക്കാം. കുറച്ചു കഴിഞ്ഞ് ലാപ്ടോപ്പ് സ്ക്രീനിൽ ഡോക്ടർ എഡ്വേർഡിൻ്റെ മുഖം തെളിഞ്ഞു. പരിചയപ്പെടലുകൾക്ക് ശേഷം രജനി പറഞ്ഞു തുടങ്ങി. വേലുവിനോട് ഞങ്ങൾ ഒരു കഥയാണ് പറയാൻ പോകുന്നത്. ഈ കഥയിൽ ചരിത്രവും ചരിത്രത്തിൽ രേഖപ്പെടുത്താത്തതുമായ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് ഈ കഥ എത്രത്തോളം വിശ്വസനീയമാകുമെന്നറിയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ മുന്നേ കേട്ടിട്ടുമുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ആദ്യം മുഴുവൻ കേൾക്കുക. 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ദക്ഷിണ ഭാരതം ഭരിച്ചിരുന്നത് ചോള രാജവംശമാണ്. രാജവംശത്തിന്റെ സുവർണ നാളുകളിൽ തുംഗഭദ്ര മുതൽ ശ്രീലങ്ക വരെയും കിഴക്ക് ഇന്തോനേഷ്യ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും അവരുടെ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നു. ഇത് എഴുതപ്പെട്ട ചരിത്രം. പക്ഷേ സംഘത്തമിഴ് സാഹിത്യത്തിൽ BC 2-ാം നൂറ്റാണ്ട് മുതൽ AD 7-ാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന ചോള രാജാക്കന്മാരെ കുറിച്ചും പറയുന്നുണ്ട്. അശോക ചക്രവർത്തിയുടെ കാലത്തുള്ള ചില രേഖകളിൽ ഈ രാജാക്കന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഘത്തമിഴിൽ ഇവർക്ക് അമാനുഷിക ശക്തി ഉള്ളതായി പറയുന്നു. കാവേരി നദിയുടെ ഉത്ഭവം വംശത്തിലെ ഒരു രാജാവിന്റെ അമാനുഷിക ശക്തി മൂലമാണെന്ന് പറയപ്പെടുന്നു. സംഘത്തമിഴിന് പുറത്തും ഞങ്ങൾ ഈ കഥയിലെ രാജാക്കന്മാരെയും അവരുടെ ചരിത്രത്തെക്കുറിച്ചും അന്വേഷണങ്ങൾ നടത്തി. ആ അന്വേഷണങ്ങൾക്കിടയിലാണ് ഞങ്ങൾ ഒരു ദണ്ഡിനെ കുറിച്ച് അറിയുന്നത്. ഒരു കെട്ടുകഥ പോലെ തോന്നിയ ദണ്ഡിന്റെ ചരിത്രം വേലു അറിയണം. AD 2-ാം നൂറ്റാണ്ടിൽ സംഘത്തമിഴ് പ്രകാരം വീരഗുണ ചോളനാണ് നാട് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കാലത്ത് കംബോജത്തിൽ, അതായത് ഇന്നത്തെ കംബോഡിയയിൽ നിന്നും ഒരു യോഗി ചോള സാമ്രാജ്യം സന്ദർശിക്കാൻ വന്നു. രാജ്യത്തിന്റെ ഐശ്വര്യവും ജനങ്ങളുടെ ക്ഷേമവും നേരിട്ട് കണ്ട സന്യാസി വളരെ സന്തുഷ്ടവാനായി. ആ സന്തോഷത്തിൽ രാജാവിനെ സന്ദർശിച്ച സന്യാസി ഈ കുലം തന്നെ തുടർന്നങ്ങോട്ടും ഭരിക്കുവാനായി അനുഗ്രഹിച്ചു. അതിനായി ഒരു അധികാര ദണ്ഡ് രാജാവിന് കൊടുത്തു. ആ ദണ്ഡ് കൈവശം വയ്ക്കുന്നവർക്ക് നാട് ഭരിക്കാനാകുമെന്നാണ് വിശ്വാസം. ആ സമയത്തെ രാജതലസ്ഥാനമായ കാവേരി പട്ടണത്ത് ഒരു ശിവക്ഷേത്രം പണിയുകയും ദണ്ഡ് അവിടെ സൂക്ഷിക്കുകയുമാണ് ചെയ്തത്. തുടർന്നുള്ള കാലങ്ങൾ പല ദേശങ്ങളും വെട്ടിപ്പിടിക്കാനായി ചോള രാജാക്കന്മാർക്ക് സാധിച്ചു. 7-ാം നൂറ്റാണ്ടിൽ രാജ്യം ഭരിച്ചിരുന്നവർക്ക് ദണ്ഡിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും അവിടെ പൂജകൾ മുടങ്ങുകയും ചെയ്തു. അങ്ങനെയാണ് ഭരണം പല്ലവരും പാണ്ഡ്യരും നേടിയെടുത്തത് എന്ന് പറയപ്പെടുന്നു. മറ്റ് രാജവംശങ്ങളുമായി ഉള്ള സംബന്ധങ്ങൾ വഴിയും ചില നാട്ടുദേശങ്ങളുടെ പ്രമുഖന്മാരായും ചോളന്മാർ 1 നൂറ്റാണ്ട് കഴിച്ചുകൂട്ടി. അതുകഴിഞ്ഞാണ് ഒരു ചോള രാജാവ് തിരിച്ചു ഭരണത്തിൽ വരുന്നത്. ആ സംഭവത്തിലും ദണ്ഡിനെ പറ്റി സൂചനകളുണ്ട്. കാവേരി പട്ടണത്തിലെ ശിവക്ഷേത്രത്തിൽ ചെന്നു പ്രായശ്ചിത്ത പൂജ നടത്തിയിട്ടാണ് ഭരണം തിരിച്ചു പിടിക്കാൻ പുറപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. അടുത്ത 4 നൂറ്റാണ്ടുകളിലായി ദണ്ഡിനെ പറ്റി അധികം കഥകൾ രേഖപ്പെടുത്തിയിട്ടില്ല.
10-ാം നൂറ്റാണ്ടിൽ ഭരിച്ചിരുന്ന രാജാവ് ഒരു വലിയ സംഘത്തോടൊപ്പം വടക്ക് ഗംഗാ തീരത്തേക്ക് യാത്ര ചെയ്തു. അത് യുദ്ധത്തിനായിരുന്നോ അതോ ഗംഗയിൽ പ്രാർത്ഥിക്കാനായിരുന്നോ എന്ന് വ്യക്തമല്ല. ചിലർ അത് ദണ്ഡ് ഗംഗയിൽ പൂജിക്കാനായിരുന്നു എന്ന് പറയുന്നു. തിരിച്ചെത്തിയ രാജാവ് ഗംഗൈക്കൊണ്ട ചോളപുരം എന്ന ക്ഷേത്രം തഞ്ചാവൂർ നിർമ്മിച്ചു. ആ സമയത്ത് തന്നെ ആവണം ദണ്ഡ് കാവേരി പട്ടണത്തിലെ ക്ഷേത്രത്തിൽ നിന്നും അങ്ങോട്ട് മാറ്റിയത്. ചോള സാമ്രാജ്യത്തിന്റെ പതനത്തിനോടനുബന്ധിച്ചാണ് ദണ്ഡിനെ പറ്റിയുള്ള അവസാനത്തെ അറിവ്. രാജാവിനോട് കലഹിച്ച രാജാവിന്റെ സ്വന്തം അനുജൻ ദണ്ഡിനെ പറ്റിയുള്ള വിവരങ്ങൾ ലങ്കയുടെ ഒരു ഭാഗം ഭരിച്ചിരുന്ന സിംഹബാഹു വംശത്തിലെ രാജാവായ മഹീന്ദൻ മൂന്നാമനോട് പറയുന്നു. മഹീന്ദൻ ചോളരോട് ശത്രുതയുള്ള പാണ്ഡ്യരുടെ സഹായം തേടുന്നു. പാണ്ഡ്യർക്ക് നാട് സ്വന്തം, ദണ്ഡ് മഹീന്ദനും എന്നായിരുന്നു വ്യവസ്ഥ. യുദ്ധം പ്രഖ്യാപിക്കും മുന്നേ ചാരന്മാരെ വിട്ട് ദണ്ഡിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു മഹീന്ദൻ. യുദ്ധം പ്രഖ്യാപിച്ചു കാന്തല്ലൂർ അടുത്ത മഹീന്ദന്റെ പടക്കപ്പലിലെ പടയാളികൾ ആദ്യം ആക്രമിച്ചത് ഗംഗൈക്കൊണ്ട ചോളപുരം ക്ഷേത്രമായിരുന്നു. അപ്രതീക്ഷിത നീക്കത്തിലൂടെ ദണ്ഡ് മഹീന്ദൻ കൈക്കലാക്കി. വടക്ക് ഭാഗത്തു നിന്നും പാണ്ഡ്യരുടെ ആക്രമണം കൂടി ആയപ്പോൾ ചോളരാജന് പിടിച്ചു നിൽക്കാനായില്ല. യുദ്ധത്തിൽ രാജനും റാണിയും കൊല്ലപ്പെട്ടു. അതോടെ ചോള സാമ്രാജ്യത്തിന് അന്ത്യമായി. രജനിയുടെ വിവരണം മുറിച്ചുകൊണ്ട് വേലു തന്റെ ഒരു സംശയം ചോദിച്ചു. ഈ കഥയും ഞാനും തമ്മിൽ എന്താണ് ബന്ധം? അതിലേക്കാണ് ഞാൻ വരുന്നത്, രജനി തുടർന്നു. ദണ്ഡിന്റെ സംരക്ഷണ ചുമതല ചോള സൈന്യത്തിലെ കമാൻഡോസ് എന്നറിയപ്പെടുന്ന ഊസിപ്പടയ്ക്കായിരുന്നു. ചെറുപ്പത്തിലെ കാന്തല്ലൂർ കളരിയിൽ നിന്നും കളരിപ്പയറ്റുൾപ്പെടെയുള്ള ആയോധന കലകൾ പരിശീലിക്കുന്ന അവർ പല ഭാഷകളിലും അഗ്രഗണ്യരായിരുന്നു. 100-ൽ പരം വരുന്ന ഊസിപ്പടയെ തകർത്തുകൊണ്ടാണ് മഹീന്ദന്റെ പടയാളികൾ ദണ്ഡ് കൈക്കലാക്കിയത്. 1.5 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഞങ്ങൾ ഈ വിവരങ്ങളെല്ലാം ശേഖരിച്ചത്. ചോള സാമ്രാജ്യത്തെപ്പറ്റി പഠിക്കുന്ന ചരിത്രകാരന്മാർ, ഇതിനെപ്പറ്റി അറിയുന്ന പഴയ തലമുറയിലെ ആളുകൾ, അങ്ങനെ 100 കണക്കിന് ആളുകളുമായി സംസാരിച്ചു. പിന്നെ ചോള കാലഘട്ടത്തിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു, ചരിത്രരേഖകൾ പരിശോധിച്ചു. ഈ അന്വേഷണത്തിനിടയിൽ ഒരു കഥ കൂടി ഞങ്ങൾ കേട്ടു. ദണ്ഡുമായി ലങ്കയിലേക്ക് തിരിച്ച മഹീന്ദന്റെ സംഘത്തെ പിന്തുടർന്ന് ഊസിപ്പടയിലെ അവശേഷിച്ച 2 പോരാളികൾ ലങ്കയിലേക്ക് പോയി. അവസരം കിട്ടിയാൽ ദണ്ഡ് തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കണ്ടെത്തി തിരിച്ചു വരിക, അതായിരുന്നു അവരുടെ ദൗത്യം. പക്ഷേ അവർ തിരിച്ചു വന്നില്ല. അവരെപ്പറ്റി പിന്നെ ഒരു വിവരവും ആർക്കും ലഭിച്ചില്ല. രജനി ഒരു ടാബ് എടുത്തു. അതിൽ ഒരു ഫയൽ തുറന്നുകൊണ്ട് അവർ വേലുവിനോട് പറഞ്ഞു, നിങ്ങളെ ഈ കഥയുമായി ബന്ധപ്പെടുത്തുന്നത് ഈ ചിത്രമാണ്. ടാബ് വേലുവിന് കാണിച്ചു കൊടുത്തു. അതിലെ ചിത്രം കണ്ടവൻ ഞെട്ടി. ഇരയെ പിടിക്കാനായി ചാടുന്ന ഒരു പുലി, പുലിയുടെ താഴെ ഒരു വാൾ. രജനി വിശദീകരിച്ചു, ഇത് ഊസിപ്പടയുടെ ചിഹ്നമാണ്.